ഇവിടെ ആരും ഇല്ലേ? ഇവിടെ ആരും ഇല്ലെന്ന്. അല്ല, ഞാനിവിടെ ഇരിപ്പുണ്ടല്ലോ. നിങ്ങളല്ല, ഇവിടെ ഉള്ള ആരെങ്കിലും ഉണ്ടാ? അകത്തുണ്ട് ആള്. അല്ല, നമ്മളാരാ? ഞാൻ ASI ചന്ദ്രൻപിള്ള. അപ്പുറത്തെ വീട്ടിലാണ് താമസം. അയ്യോ, മനസ്സിലായി. അകത്തോട്ടിരിക്കായിരുന്നു. ഇരിക്കാനൊന്നും നേരമില്ല. നിങ്ങൾ ഇവിടുത്തെ മറ്റേ ബാങ്കിലെ പിയൂൺ ഇല്ലേ, അങ്ങനെ ഇങ്ങോട്ട് വിളി. ബാങ്കിലെ പ്യൂണല്ല, പിന്നെ എന്റെ അളിയൻ അസിസ്റ്റന്റ് മാനേരാ. ഓഹോ, പക്ഷെ കണ്ട അങ്ങനെ പറയൂലല്ലേ? കാണാനൊരു ലുക്ക് ഇല്ലെന്നേ ഉള്ളൂ. സത്യമായിട്ടും ശരിക്കും അസിസ്റ്റന്റ് മാനേരാ. വിളിക്കണോ? അളിയനകത്തില്ലയോ? മണി, അളിയനെ ഇങ്ങോട്ടൊന്ന് പറഞ്ഞു വിട്ടേ. ഇതേണ്ടേ, നമ്മള് പറഞ്ഞ ആള് വന്നിരിക്കുന്നു. ഇപ്പൊ വരും. വരട്ടെ. സാർ ഏത് സ്റ്റേഷനിലാണെന്നാ പറഞ്ഞേ? അതിന് ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലേ. അല്ലിപ്പോ ഞാൻ ചോദിച്ചല്ലോ സാർ. വേണ്ടേ, നിങ്ങൾ ആളിനെ വിളിക്കും. ഇപ്പൊ വരും. വരട്ടെ, വിളി. വരും. എന്താ ചേട്ടാ? ഇങ്ങ വന്നേ. എന്താ സർ? വേണ്ടേ, നിങ്ങൾ അങ്ങനെ ഇങ്ങോട്ട് വിളിക്കും. രവിയേട്ടാ, രവിയേട്ടാ, വരുമോ? എന്താ പണി? എന്ത് പറ്റി സാർ? കയറിയിരിക്കണ സാർ. നിങ്ങൾ എന്നെ ഇരുത്തണ്ട. മരം എപ്പം മുറിക്കും അത് പറ. സാർ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആളെ അന്വേഷിക്കുന്നുണ്ട്. മുറിപ്പുകാരെ കിട്ടി അപ്പം മുറിക്കും. മുറിക്കും. ആളിയൻ പറഞ്ഞതാ. മുറിപ്പുകാരെ എപ്പോൾ കിട്ടും അതെനിക്ക് ഇപ്പം അറിയണം. സാർ, അത് ഈ മൊത്തത്തിൽ പണിക്കാരെ കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അതിൻ്റെ ഒരു കാലതാമസമാണുള്ളത്. വേണ്ട, ഈ ASI ചന്ദ്രൻപിള്ളയുടെ സ്വഭാവം നിങ്ങൾക്ക് അറിയാല്. ഒരുപാട് കളി കണ്ടോണ്ടാണ് ഞാൻ. എന്നെ കളി പഠിപ്പിക്കല്ലേ. സാർ, ഞാൻ ആരെയും കളിയാക്കണല്ല സാർ. അങ്ങനത്തെ ആളല്ല ഞാൻ. അല്ല സാർ, സത്യം. അവിടെ ഇലകൾ മുഴുവൻ വന്ന് വീണ് കിടന്ന് കൊട്ടക്കണക്കിനാണ് ഞാൻ ഡെയിലി തൂത്തുവാരി കളയണത്, അറിയാമോ? എന്റെ മിനി, നീ വീട്ടിലോട്ട് ചെല്ല്. ഇത് ഞാൻ കൈകാര്യം ചെയ്തോളാം. അയ്യോ, കൊറേ നാൾ കൊണ്ട് കൈകാര്യം ചെയ്തോണ്ടിരിക്കുന്നു. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. നിങ്ങൾ എന്ന് മരം മുറിക്കുക, എനിക്ക് അത് അറിയേണ്ടത്. അല്ല, നമ്മളൊക്കെ അയലോക്കാരല്ലയോ പെങ്ങളെ. ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞ് സംസാരിച്ചങ്ങ് തീർക്കാവുന്നല്ലേ ഉള്ളത്. ഇനി സംസാരമൊക്കെ മരം മുറിച്ചതിന് ശേഷം. കണ്ടോ? അതെ, നിങ്ങളുടെ പുരയിടത്തിലോട്ട് നിൽക്കുന്ന ആ മരത്തിന്റെ ചില്ലകൾ മുറിച്ച് മാറ്റിയാൽ മതിയല്ലോ, ഇല അവിടെ വീഴാതിരിക്കാനായിട്ട്. അപ്പൊ ചില്ലകൾ മുറിച്ചു മാറ്റാനാണ് ഉദ്ദേശം, മരം മുറിച്ചു മാറ്റാൻ ഉദ്ദേശമില്ല അല്ലേ? ഈ പരിപാടി നടക്കത്തില്ല. മരം മുറിച്ചു മാറ്റിയില്ലെങ്കിൽ അതിന്റെ വേരുകൾ മുഴുവനെ ആ മതിൽ പൊളിച്ച് അപ്പുറത്ത് വരും. ഇല്ല, മതിലിൽ നിന്ന് കുറച്ച് അകന്നാണല്ലോ മരങ്ങൾ നിൽക്കുന്നത്. അതുകൊണ്ട് അപ്പൊ മതിലിന് പ്രശ്നം വരത്തില്ലല്ലോ. മരത്തിന്റെ വേരിനെ കുറിച്ച് ഈ ASI ചന്ദ്രൻപിള്ളയെ പഠിപ്പിക്കാൻ പറ്റില്ലേ? അല്ല സാറേ, അങ്ങയുടെ പുരയിടത്തിൽ നിൽക്കുന്ന മരത്തിന്റെ ഇലകൾ അങ്ങയുടെ പുരയിടത്തിൽ വീഴുന്നുണ്ടല്ലോ. പക്ഷെ അത് മുറിച്ചു മാറ്റാൻ ശ്രമിക്കാതെ അങ്ങ് മറ്റുള്ളവരുടെ മരം മുറിക്കണമെന്ന് പറയുന്നതിൽ എന്ത് ന്യായീകരണമാണുള്ളത്? അതെ, ഞങ്ങളുടെ വീട്ടിലെ മരത്തിന്റെ ഇലകൾ വീഴുവാണെങ്കിൽ ഞങ്ങൾ അത് അടിച്ചു വരും. പക്ഷേ വല്ലവന്റെയും വീട്ടിലെ മരത്തിന്റെ ഇലകൾ ഞങ്ങളുടെ പുരയിടത്തിൽ വീഴുമ്പോ ഞങ്ങൾ അത് അടിച്ചു വരേണ്ട കാര്യമുണ്ടോ? ഉണ്ടോ? സാർ, നമ്മൾ തമ്മിൽ ഒരു സംസാരം വേണം. സാർ, എനിക്ക് കുറച്ച് സമയം തരണം. ഒരു മാസം കൊണ്ട് ആ മരങ്ങൾ ഞാൻ മുറിച്ചു മാറ്റി. ഒരു മാസോ? ഇന്ന് തന്നെ സകല മരങ്ങളും മുറിച്ചു മാറ്റിയില്ലെങ്കിൽ ASI ചന്ദ്രൻപിള്ളയുടെ സ്വഭാവം നിങ്ങൾ ഓരോരുത്തരും അറിയും. സാറിന്റെ സംഭാഷണത്തിന് ഒരു ഭീഷണിയുടെ സ്വരം ഉണ്ടല്ലോ. അത് ശരിയായ നടപടിയല്ല സാറേ. അല്ലേ മണി? ഹലോ, ഞാൻ ഭീഷണിപ്പെടുത്തും. അതെന്റെ ശീലമാണ്. കാരണം ഞാനൊരു പോലീസുകാരനാണ്, ASI ചന്ദ്രൻപിള്ള. നിനക്ക് മരം മുറിക്കാൻ ഉദ്ദേശമില്ലെങ്കിൽ നല്ല ആമ്പിളരുണ്ട്, അവരെ കൊണ്ടൊന്ന് ഞാൻ മരം മുറിപ്പിക്കും. പിന്നെ മരം മുറിക്കുമ്പോൾ ഈ കോമ്പൗണ്ടിലുള്ള എല്ലാ മരങ്ങളും ചെറുതും വലുതും നോക്കാതെ ഒന്നൊന്നായി മുറിക്കും. കാണോടാ എനക്ക്, കാണോടാ എനക്ക്, കാണോടാ. ഒരു മിനിറ്റ്, ദേ വരുന്നേ. മണി, രണ്ടിലൊന്നും അറിഞ്ഞിട്ടേ ഞങ്ങൾ ഇനി പോകുന്നുള്ളൂ. സാർ, ഈ മാസം എങ്ങനെയെങ്കിലും മണിക്കൂട്ട വേണ്ട, മണിക്കൂട്ട പ്രശ്നം വേണ്ട. മരം മുറിക്കണ്ടേ? കൊള്ളാം. ഈ സാധനം കൊണ്ടാണ് മരം മുറിക്കാൻ പോണത്. ഇതുകൊണ്ട് മരമൊന്നും മുറിക്കാൻ പറ്റൂല. വേണ്ട വേണ്ടെന്ന് വെക്കുമ്പോ തലേക്കറി നിറങ്ങുന്നോടാ ചന്ദ്ര. ചന്ദ്ര
ചന്ദ്രൻ സാധനം വീടാ. വിളിക്കാടാ ചന്ദ്രൻ. വേണ്ട, മുറിക്കണ്ട. ഇവിടെ വീട്ടിൽ പാർക്കോമ്പിള്ളയുടെ മോനോട് കളിക്കാൻ പറഞ്ഞോടാ. വെട്ടല്ലേ ചന്ദ്രപിള്ള വെട്ടല്ലേ. കൊല്ലും ഞാൻ. മണി പിടി വേണ്ട മണിക്കുട്ട വേണ്ട വേണ്ട അയ്യോ 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 എന്താ രണ്ടും കൂടെ വീട്ടിൽ കയറി കഥകടച്ച് ഞാൻ പുറവശവാദി ചവിട്ടി അതിനകത്ത് പൊളിച്ചകത്ത് കയറിയല്ല രണ്ടിനെയും കിട്ടിയില്ല എന്നെങ്കിലും രണ്ടുകൂടെ വെളിയിറങ്ങും അന്ന് ഞാൻ ആരാണ് രവി? ഞാനാണ് സാർ. എസ് ഐ ചന്ദ്രൻപിള്ളയും ഭാര്യയും വെട്ടാൻ ഉപയോഗിച്ച് വെട്ടെത്തിയതല്ലേ? അതെ സാറേ, ഞാനല്ല, എൻ്റെ അതൊക്കെ ആള്. സ്റ്റേഷനൊന്നും പറയാം. കേറ് കേറ് മണി കേറ്. മണി മണി അയ്യോ, മാമ എവിടെ? മാമ മുങ്ങി. അയ്യോ, അച്ഛൻ ചെരുപ്പിടാതെയാണ് പോയിരിക്കുന്നത്. അതാണാടി ഇപ്പോഴത്തെ വിഷയം. ഉരുളയ്ക്ക് പേര്